ഡിയേഴ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയും ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിക്കൊള്ളട്ടെ. ആർക്കാണെങ്കിലും ക്യാഷ് വെറുതെ കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ അത് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് റിവ്യൂ തന്നെയാണ് കേട്ടോ. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ നോക്കി റിവ്യൂ ഒക്കെ നോക്കി ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ വാങ്ങി, ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ വാങ്ങി അതിൻ്റെ റിവ്യൂ ഒക്കെ കാണിച്ചതാണ്. അങ്ങനെ ഞാൻ വാങ്ങി കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഭയങ്കര നല്ല അടിപൊളി ക്വാളിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ ഒരു ഓയിൽ ക്യാനാണ്, വലിപ്പമുണ്ട്, സ്റ്റീലാണ്. ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഓയിൽ ക്യാൻ എത്ര എണ്ണം മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ ഇടുന്ന എൻ്റെ പാത്രങ്ങൾ മുഴുവൻ ഇത് കണ്ട ഈ ഒരു അവസ്ഥയാണ്. ഇത് വാങ്ങിയിട്ട് അധികമായിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് അതിൽ മറ്റേ സോപ്പ് വെള്ളം ഒഴിച്ച് എപ്പോഴും എനിക്കിങ്ങനെ ഇത് കഴുകലും മാറ്റലുമാണ് പരിപാടി. അപ്പം ഞാൻ ഓർത്ത് സ്റ്റീലാകുമ്പോൾ നമുക്ക് വാഷ് കഴുകിയെടുക്കാനും ഈസിയാണ് എന്ന് ഓർത്തിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പം എന്താണ് ഇതിൻ്റെ കുഴപ്പമൊന്നുമല്ലേ? പറഞ്ഞു വരുമ്പോൾ ഇത് നല്ല അടിപൊളിയാണ്. ഇത്തിരി ഓവറായിട്ട് വരും കേട്ടോ ഓയിൽ, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഒരെണ്ണമാണ് കേട്ടോ. നമുക്ക് ഈ ഭാഗവും ഓപ്പൺ ചെയ്യാം, ഈ ഭാഗവും ഓപ്പൺ ചെയ്യാം. പക്ഷേ ഇത് രണ്ടാമത്തെ ബോട്ടിലാണ്. 2 എണ്ണം വരുന്നുണ്ട്. 400 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഏകദേശം 500 അടുക്ക പിടിച്ച് ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ബോട്ടിൽ. ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. ഇത് കണ്ട ഈ പോർഷനില്ലേ, ഈ പോർഷൻ ഇവിടുത്തെ ആ ഒരു പിരിയും എല്ലാം ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നേ കണ്ട. ഒട്ടും ക്വാളിറ്റി ഇല്ല. നിങ്ങൾ പോയി പെടല കേട്ടോ. കാരണം ഇത്രയും രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കടയിൽ പോയി നോക്കി നല്ല പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്കിത് കളയാനും പറ്റില്ല. ഞാൻ ഇതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വെച്ചിരുന്നത്, ഇപ്പോഴും കുറച്ചുണ്ട്. ഇതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ പേടിച്ചിട്ട് ആക്ച്വലി ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാറില്ല. ഒരുപാട് പ്രസ് ചെയ്താൽ നമ്മൾ എമർജൻസിക്ക് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതും അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് വല്ല ആവശ്യം ഉണ്ടായാൽ നമുക്കിത് കടയിൽ പോയി വാങ്ങാറുന്നില്ലേ എന്നൊക്കെ. അപ്പം ക്വാളിറ്റി വളരെ മോശമാണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ നോക്കിക്കോ. നല്ല റേറ്റിംഗ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അതേപോലെ നമ്മളിത് ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി, ഇതിപ്പോൾ ഓയിലുള്ള കൊണ്ട് ഓപ്പൺ ആവണില്ല. കാണിച്ചു തരാം. ആക്കാൻ പറ്റണില്ല. തുണിയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് ഞാൻ റിസ്ക് എടുക്കണില്ല. താഴെ പോയി തുറക്കാം. അപ്പോൾ പിന്നീട് തുറക്കാം. അപ്പം ഞാനിത് ഈ പോർഷൻ തുറന്നാണ് ഓയിൽ ഒഴിച്ചത് കേട്ടോ. ഇത് മുകളിലത്തെ ഈ പോർഷനും വേണമെങ്കിൽ തുറന്ന് ഓയിൽ ഒഴിക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഈ പ്രൊഡക്റ്റ്. എൻ്റെ റിവ്യൂ നിങ്ങൾ വാങ്ങേണ്ടതാണ്. ഇപ്പം ബാക്കി നിങ്ങൾ തീരുമാനിക്കൂ കേട്ടോ.